എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും മന്നയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ സയൻസിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ടേം 1ൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് പരിചയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമ്മൾ നല്ല കൂട്ടുകാരാണ്. നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ ഒരുപാട് കുറവാണ്, ചാനലിൻ്റെ സ്റ്റേബിലിറ്റി പോകും. അതുകൊണ്ട് കാണുന്നവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം. ഇപ്പം ഞാൻ ബാക്കി എല്ലാത്തിൻ്റെയും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരുന്നു. ഞാൻ സയൻസിൻ്റെയും ഇട്ടെന്നാണ് വിചാരിച്ചത്. അപ്പം എന്നെ ഓർമ്മപ്പെടുത്തിയതിൽ നന്ദിയുണ്ട്. അപ്പം ഞാനിത് മറന്നുപോയതാണ് കേട്ടോ. ആക്ച്വലി ഞാനിത് ചെയ്തു വെച്ചിരുന്നതാണ്, ഇടാൻ മറന്നുപോയതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കടക്കാം. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ മറന്നുപോയി, ഞാൻ എഴുതി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെന്നെ ഓർമ്മിപ്പിച്ചു. ഞാൻ വേഗം തന്നെ ഇട്ട് തരാമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് തന്നെ ചെയ്യുകയാണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 24, 24, 12 എന്ന് പറയുന്ന 3 സെറ്റ് ക്വസ്റ്റ്യൻ പാറ്റേണുകളാണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് 2, 20, 20, 10 എന്നുള്ള പാറ്റേണിൽ നിങ്ങൾ ആൻസർ അറ്റൻഡ് ചെയ്യണം. 4, 4, 2 എന്ന് ഒമിറ്റ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. എല്ലാ ക്വസ്റ്റ്യനും ഈക്വൽ മാർക്കാണ്. 1 മാർക്ക് ഈച്ച് അല്ല, 0.8% മാർക്കാണ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന് വേണ്ടി കിട്ടുന്നത്. പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്ന് പറയുന്നതിൻ്റെ റീസൺ, OMR പേപ്പറിൽ അടുപ്പിച്ചടുപ്പിച്ച് തെറ്റ് വരുത്തിയാലും വേറൊരെണ്ണമായിട്ട് മൈനസ് ചെയ്ത് നെഗറ്റീവ് മാർക്ക് വരില്ലെന്നാണ്. OMR ഷീറ്റിനകത്ത് തെറ്റ് വരുത്തിയാൽ അത് തെറ്റായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. കാരണം OMR ഷീറ്റിനകത്ത് തെറ്റായിട്ട് തന്നെ വരും. ഒരേ ലൈനിൽ രണ്ട് റൗണ്ടിൽ നിങ്ങൾ കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തെറ്റായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റീമ ടുക്ക് 5 ml ഓഫ് ലീഡ് നൈട്രേറ്റ് സൊല്യൂഷൻ ഇൻ എ ബീക്കർ ആൻഡ് ആഡഡ് അപ്രോക്സിമേറ്റ്ലി 4 ml ഓഫ് പൊട്ടാസ്യം അയഡിൻ സൊല്യൂഷൻ ടു ഇറ്റ്. വാട്ട് വുഡ് ബി ഒബ്സർവ്? അപ്പോൾ എല്ലാവർക്കും അറിയാം, നൈട്രേറ്റ് സൊല്യൂഷനകത്ത് പൊട്ടാസ്യം അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്താൽ എന്താണ് വരുന്നതെന്ന് നമ്മൾ പലയിടത്തും പഠിച്ചിട്ടുണ്ട്. അപ്പം ഒരു സംശയം വേണ്ട, അതിൻ്റെ ആൻസർ ബി ആണ്. യെല്ലോ പ്രസിപ്പിറ്റേറ്റ് വാസ് ഫോംഡ്. യെല്ലോ പ്രസിപ്പിറ്റേഷൻ ഫോം ആവുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓപ്ഷൻ നമ്പർ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പം അടുത്തതിലേക്ക് പോകാം. ഇത് ഒരു ചെറിയ പിക്ചറാണ്. ഐഡൻറ്റിഫൈ ഗ്യാസ് എ ഈസ് ദ ഫോളോയിങ് എക്സ്പെരിമെൻറ്റ്. ഇതിനകത്ത് തന്ന ഗ്യാസ്, ഏത് ഗ്യാസാണ് എക്സ്പെരിമെൻറ്റിൽ തന്നതെന്നാണ് ചോദ്യം. അപ്പം നമുക്ക് നോക്കിയേ, ബേണിംഗ് ഓഫ് ഗ്യാസ് എ വിത്ത് എ പൂപ്പ് സൗണ്ട്. അപ്പോൾ എന്തായാലും ഇത് എയറിൽ വന്നപ്പോൾ തീയായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ എന്ത് പറ്റി? അതിന് സൗണ്ടോടെ ഇത് പൊട്ടാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും, നൈട്രജൻ അങ്ങനല്ല, ഓക്സിജൻ അങ്ങനല്ല, കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനല്ല, പിന്നെ എന്താണ്? ഹൈഡ്രജനാണ് ഗ്യാസ്. അപ്പോൾ ഇനി മൂന്നാമത്തതിലേക്ക് പോകുമ്പോൾ ഇത് കണ്ടോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടു കോമ്പിനേഷൻസ് ആർ കറക്റ്റ്? മെറ്റൽ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ചേരുമ്പം, മെറ്റൽ സാൾട്ട് ഗ്യാസ് എന്നുള്ളതിനകത്ത് ചേരുമ്പം ഇതിനകത്ത് ചേരുന്നതിലുള്ള ഏത് കോമ്പിനേഷനാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങളുടെ NCERT ബുക്കിനകത്ത് പേജ് നമ്പർ എവിടെയാണ്? 44-നകത്ത് ഇത് കിടപ്പുണ്ട്. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതുപോലെ തന്നെ നിങ്ങളുടെ NCERT ചാപ്റ്റർ 1-നകത്ത് പേജ് നമ്പർ 10 NCERT ബുക്കിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ മൂന്നാമത്തതിലാണ് നിന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ പേജ് നമ്പർ 44-നകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റിനകത്ത് മെറ്റൽ ഗ്യാസ് ഇവോൾവ്ഡ്, കോപ്പർ, അയൺ, മഗ്നീഷ്യം, സിങ്ക് ഉണ്ട്. ഗ്യാസ് ഇവോൾവ് ചെയ്യുമോ? രണ്ടെണ്ണത്തിന് എസ്സും, മൂന്നാമത്തത് നോയും, നാലാമത്തതിന് എസ്സും കിടപ്പുണ്ട്. അപ്പോൾ ഏത് ഗ്യാസാണ് ഇതിനകത്ത് ഇവോൾവ് ആയിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ ഏതാണ്? കോപ്പർ ഗ്യാസ് ഇവോൾവ് ചെയ്യത്തില്ല. അപ്പോൾ ഇനി രണ്ടാമത്തത് അയൺ ഗ്യാസ് എന്താണ്? അയൺ ഗ്യാസ് ഇവോൾവ് ചെയ്യും. പിന്നെന്താണ്? മഗ്നീഷ്യം ഗ്യാസ് ഇവോൾവ് ചെയ്യും. ഇവിടെ നോ എന്നാണ് എഴുതിയേക്കുന്നത്, അപ്പോൾ അത് തെറ്റാ. അപ്പോൾ പിന്നെന്താണ്? സിങ്ക് ഗ്യാസ് ഇവോൾവ് ചെയ്യും. അപ്പോൾ ഏതാണ്? 2ഉം 4ഉം ആണ് ആൻസർ. ഇതിവിടെ 2ഉം 4ഉം എവിടെയാണ് വരുന്നത്? 1, 2, 3 ഡി. ആൻസർ ഡി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 3യുടെ കറക്റ്റ് ആൻസർ
3 ആണ്. അപ്പം 4ലേക്ക് നമുക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി റെപ്രസെൻറ്റ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തു തരുമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എത്രയും വേഗം അതിട്ട് തരാം. ഒരു 4-5 ദിവസം ഞാൻ വല്ലാതെ തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ കറക്റ്റ് ബാലൻസിങ് ഇക്വേഷൻ ഈ ബി ആണ് കറക്റ്റ് ആൻസർ. ഞാൻ ബാലൻസിങ് ഇക്വേഷൻ്റെ ഫാസ്റ്റ് വേ ടു അണ്ടർസ്റ്റാൻഡും ചെയ്യാനുള്ള പാറ്റേണും ഞാൻ നിങ്ങൾക്ക് വേഗം ഇന്നല്ലെങ്കിൽ നാളെ വേഗം ചെയ്തിട്ട് തരാം. അപ്പം ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ 5ാമത്തതിലേക്ക് പോകാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഗ്രാഫ് ഗീവൺ ബിലോ ഡെപ്പിക് എ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ കാണിച്ചേക്കാണ്. ആസിഡ് ആൽക്കലിയും കൂടെ ചേരുമ്പം സാൾട്ടും വാട്ടറും ഉണ്ടാവും. ദ പി എച്ച് ഓഫ് സൊല്യൂഷൻ ചേഞ്ച് വി ആഡ് എക്സസ് ആസിഡ് ടു ആൻ ആൽക്കലി. അപ്പോൾ പി എച്ച് എപ്പോഴും കുറഞ്ഞിരിക്കുന്നത് നമുക്ക് അസിഡിറ്റി കൂടുമ്പോഴാണ്. അപ്പം എന്താണ് വിച്ച് ലെറ്റർ ഡിനോട്ട് ദ ഏരിയ ഓഫ് ദ ഗ്രാഫ് വെയർ ബോത്ത് ആസിഡ് ആൻഡ് സാൾട്ട് ആർ പ്രസൻറ്റ്. അപ്പം ആസിഡും സാൾട്ടും ഒരുപോലെ പ്രസൻ്റ് ആയിരിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ പി എച്ച് ലെവൽ വല്ലാതെ കുറയുമ്പോഴാണ്. അപ്പോൾ ആസിഡും സാൾട്ടും ഒരുപോലെ കുറയണമെങ്കിൽ അതെന്തായിരിക്കും? ഡി തന്നെ ആയിരിക്കും. ഈ ലെവലായിരിക്കും ഏറ്റവും കുറഞ്ഞിട്ടുള്ളത്, ആസിഡും സാൾട്ടും. ഇനി നമുക്ക് 6ലേക്ക് പോകാം. ഇൻ ദ റിയാക്ഷൻ ഓഫ് അയൺ വിത്ത് കോപ്പർ സൾഫൈറ്റ് സൊല്യൂഷൻ CuSO4 plus Fe is equal to Cu plus FeSO4, which option in the given table correctly represent the substance oxidized and the reducing agent. അപ്പോൾ സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡും റെഡ്യൂസിങ് ഏജൻറ്റുമായിട്ടുള്ളത് കറക്റ്റായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ളത് ഇതിനകത്ത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏതാണ്? അയൺ, സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡ് അയൺ, റെഡ്യൂസിങ് ഏജൻറ്റ് അയൺ. ബി അയൺ, FeSO4, CuF. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇത് നിങ്ങളുടെ ബുക്കിനകത്ത് ഇതിൻ്റെ വേറൊരു ടൈപ്പിൽ നിങ്ങൾക്ക് NCERT ബുക്കിനകത്തുണ്ട് ഓക്സിഡൈസ്ഡ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റിനെ പറ്റി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6 കഴിഞ്ഞു, ആൻസർ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് പോകുമ്പോൾ ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ കോപ്പർ ആൻഡ് ഓക്സിജൻ ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ്. അപ്പോൾ ഇത് ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കെമിക്കൽ റിയാക്ഷൻ കോപ്പറിൻ്റെയും ഓക്സിജൻ്റെ ഇടയ്ക്കുള്ള കെമിക്കൽ റിയാക്ഷൻ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത് എന്താണ്, ഏതടിസ്ഥാനത്തിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഉറപ്പായിട്ടും നമുക്ക് എന്താണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ റിയാക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ആൻസർ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 8ലേക്ക് പോവുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഗിവൺ ഓപ്ഷൻ കറക്റ്റ്ലി റെപ്രസെൻറ്റ് ദ പേരൻ്റ് ആസിഡ് ആൻഡ് ബേസ് ഓഫ് എ കാൽസ്യം കാർബണേറ്റ്. അപ്പം നമുക്ക് ചിന്തിച്ചാൽ ഈസിയാണ്, പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾ അല്പം ബുദ്ധി ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ നമുക്ക് ഏതാണ് പേരൻ്റ് ആസിഡ് ആൻഡ് പേരൻ്റ് ആസിഡ് ആൻഡ് ബേസ് കറക്റ്റ് കാൽസ്യത്തിൻ കാർബണേറ്റിൻ്റെ വരുന്നത് ഏതാണ്? HClNaOH അല്ല, H2CO3 CaOH2 H3PO3 അതല്ല, H2SO4 CSO4 അല്ല. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? 8ൻ്റെ കറക്റ്റ് ആൻസർ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഹൗ വിൽ യു പ്രൊട്ടക്റ്റ് യുവർ സെൽഫ് ഫ്രം ദ ഹീറ്റ് ജനറേറ്റഡ് വൈൽ ഡൈല്യൂട്ടിങ് എ കോൺസെൻട്രേറ്റഡ് ആസിഡ്. അതൊരു കോമൺ സെൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ പുസ്തകത്തിൽ ഇതുപോലെ തന്നെ ഇതിനെപ്പറ്റി ഉണ്ട്. എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും കോൺസെൻട്രേറ്റഡ് ആസിഡ് ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത്? എന്താണ്? ബൈ ആഡിങ് ആസിഡ് ടു വാട്ടർ വിത്ത് കോൺസ്റ്റൻറ്റ് സ്റ്റിറിങ്. അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പം വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആസിഡ് ടു വാട്ടർ എന്താണ്? കോൺസ്റ്റൻറ്റ് സ്റ്റിയറിങ്ങിലൂടെയാണ് ആസിഡ് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എപ്പം? ഡ്യൂറിങ് ഡൈല്യൂട്ടിങ് എ കോൺസെൻട്രേറ്റഡ് ആസിഡ്. ഓക്കെ. അപ്പോൾ ഇനിയും 10ലേക്ക് പോവുകയാണെങ്കിൽ വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ബാലൻസ് സ്കെലിറ്റൽ കെമിക്കൽ ഇക്വേഷൻ? വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ബാലൻസ് സ്കെലിറ്റൽ കെമിക്കൽ ഇക്വേഷൻ. എങ്ങനെയാണ് ഇമ്പോർട്ടൻസ്? അപ്പം 10ൻ്റെ വെരിഫൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രപ്പോർഷൻ അല്ല,
ടു വെരിഫൈ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. വെരി നൈസ്. അപ്പോൾ സി ആണ് കറക്റ്റ് ആൻസർ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. അപ്പോൾ ഇതിനെ അടുത്ത് നോക്കിക്കേ, നമുക്ക് കെയർഫുള്ളി സ്റ്റഡി ദ ഡയഗ്രാം ദ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റമാണ് ഈ തന്നേക്കുന്നത്. ഗിവൺ ഓപ്ഷൻ കറക്റ്റ് ഐഡൻറ്റിഫൈ മെയിൻ ഫംഗ്ഷൻ ആൻഡ് ഓർ ക്യാരക്ടറിസ്റ്റിക്. അപ്പം എന്താണ് 1 2 3 4 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ ഫംഗ്ഷനും അതിൻ്റെ എന്താണ് നമുക്ക് പറയേണ്ടത്, മെയിൻ ഫംഗ്ഷൻ ആൻഡ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പറയേണ്ടത്. 11. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നോക്കിയേ, ട്രക്കിയ. ഇറ്റ് സപ്പോർട്ട് ബൈ എ ബോണി റിംഗ് ഫോർ എ കണ്ടക്റ്റിംഗ് ഇൻസ്പെക്ട്. അപ്പോൾ ഒന്നാമത്തത് ട്രക്കിയ തന്നെയാണ്. ഇറ്റ് സപ്പോർട്ട് ബോണി റിംഗ് അല്ല. ഇവിടെ എന്താണ് ബോണി റിംഗ് അല്ലല്ലോ, അതവിടെ ഒരു കാർട്ടിലേജ് അല്ലേ. അപ്പം അത് ട്രക്കിയ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഫംഗ്ഷനിൽ തന്നേക്കുന്ന ചെറിയൊരു മൈന്യൂട്ട് മിസ്റ്റേക്കാണത്. ബോണി റിംഗ് അല്ല. ഇതാണ്ട് ഇത് ബോണി റിംഗ് അല്ല, ഇതെന്താണ് അവിടെ കാർട്ടിലേജാണ്. റിബ്, വെൻ വി ബ്രീത്ത് ഔട്ട് റിബ്സ് ആർ ഫിൽഡ് ഔട്ട്. അത് തെറ്റാണ്. എന്താണ് അതിനകത്തെ തെറ്റ്? ശരി, ഇവിടെ സെക്കൻഡിൽ റിബ് തന്നെയാണത്. വെൻ വി ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ റിബ്സ് ആർ ഫിൽഡ് അല്ല ചെയ്യുന്നത്, റിബ്സ് ബ്രീത്ത് ഇൻ ചെയ്യുമ്പോഴാണ് ഫില്ലാവുന്നത്. ഇനി ആൽവിയോളെ എന്താണ് തിൻ വോക്ഡ് സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഫോർ എ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്. അതും ശരിയാണ് തന്നേക്കുന്നത്. അതിൻ്റെ ഓപ്ഷനും അതിൻ്റെ എക്സ്പ്ലനേഷനും ശരിയാണ് തന്നേക്കുന്നത്. പിന്നെ ഡയഫ്രം, ഇറ്റ് ഈസ് പുൾഡ് അപ്പ് വെൻ വി ബ്രീത്ത് ഇൻ. അപ്പം ഇത് എന്താ, ഡയഫ്രം തന്നെയാണ് നാലാമത്തെ എൻ്റെ ലങ്സ്. ഇറ്റ് പുൾഡ് അപ്പ് വെൻ വി ബ്രീത്ത് ഇൻ. പുള്ളപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതും തെറ്റായ ഓപ്ഷനാണ്. ഇതിനകത്ത് കറക്റ്റായിട്ട് ഓപ്ഷൻ വന്നേക്കുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമുക്ക് 12th ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഐഡൻറ്റിഫൈ ദ ഓപ്ഷൻ ദാറ്റ് ഇൻഡിക്കേറ്റ് ദ കറക്റ്റ് എൻസൈം ദാറ്റ് ഈസ് സെക്രീറ്റഡ് ഇൻ ലൊക്കേഷൻ എ ബി ആൻഡ് സി. എയും ബിയും സിയും എന്താണെന്ന് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതിനെ കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ എന്താണ് എയിൽ അതിൻ്റെ ശരിക്കുള്ള ആൻസർ 12th അമലൈസ് പെപ്സിൻ ട്രിപ്സിനാണ്. അമലൈസ് 1 2 3 റൈറ്റ് ആണ്. അപ്പം ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അമലൈസ് പെപ്സിൻ ട്രിപ്സിൻ, ഇതാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 12th. ഇനി നമുക്ക് 13ലേക്ക് മൂവ് ചെയ്യാം. 13ലേക്ക് മൂവ് ചെയ്യുമ്പം ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റൽ പോർ ഡിപ്പെൻഡൻസ് ഓൺ. അപ്പോൾ പലർക്കും അതൊരു സംശയമായേക്കാം. ഓപ്പണിങ്ങും ക്ലോസിങ്ങും സ്റ്റൊമാറ്റൽ പോർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റൽ പോർ ഡിപ്പെൻഡ് ഓൺ എന്താണെന്നാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ്, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആണോ, ഓക്സിജൻ കോൺസെൻട്രേഷൻ ആണോ? ഇതൊക്കെ നോക്കുമ്പം നമുക്ക് ശരിയായ എല്ലാ ഓപ്ഷനുകളും കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ വാട്ടർ കണ്ടൻറ്റ് ഇൻ ദ ഗാർഡ് സെൽ എന്നാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പം ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ സ്റ്റൊമാറ്റൽ പോറിനെ ഓപ്പണിങ്ങും ക്ലോസും ചെയ്യുന്നതിനെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ്, വാട്ടർ കണ്ടൻറ്റ് ഇൻ ദ ഗാർഡ് സെല്ലാണ്. അപ്പോൾ ഇനി അടുത്ത് നോക്കിയേ, നമ്മുടെ ഹാർട്ടിൻ്റെ അതിൻ്റെ ഒരു ഇൻറ്റേർണൽ പാർട്സിൻ്റെയൊക്കെ പിക്ചറാണ് തന്നിരിക്കുന്നത്. അപ്പം ദ ഫിഗർ ഗിവൺ ബിലോ ഷോ ദ സ്കെമാറ്റിക് പ്ലാൻ ഓഫ് ബ്ലഡ് സർക്കുലേഷൻ ഹ്യൂമൻ വിത്ത് ലേബൽ 1 to 5. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ലേബൽ വിത്ത് ഇറ്റ്സ് ഫങ്ഷൻ. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ ഓരോന്നും കറക്റ്റായിട്ട് വായിച്ചു നോക്കേണ്ടത് അത്യാവശ്യമാണ്. പൾമണറി വെയിൻ, പൾമണറി ആർട്ടറി, ഓർട്ട, വീന കാവ ടേക്സ് ബ്ലഡ് ഫ്രം ബോഡി പാർട്ട് ടു റൈറ്റ് ഓറിക്കിൾ. അപ്പോൾ ഇത് ഓരോന്നും അതിൻ്റേതായ ഫംഗ്ഷനും വായിച്ചു നോക്കുമ്പോൾ അറിയാം. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. പിന്നെ അതിന് അടുത്തെന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ ദ ഫേസ് ഓഫ് സർക്കുലേഷൻ വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ഡയഗ്രാം ഓഫ് ഹാർട്ട് ഗിവൺ ബിലോ. ആരോ ഇൻഡിക്കേറ്റ് കോൺട്രാക്ഷൻ ഓഫ് ദ ചേമ്പേഴ്സ് ഷോൺ. അപ്പം നമ്മൾക്ക് ഒരു ഹാർട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആരോ ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത് ചേമ്പറിൻ്റെ കോൺട്രാക്ഷനാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിനനുസരിച്ച് വേണം ഓപ്ഷനുകൾ വായിച്ചിട്ട് പറയാൻ. അപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫർഡ് ടു ദ റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ സൈമൾട്ടേനിയസ്ലി. തെറ്റാണ്. ബ്ലഡ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ലങ്സ് ഫോർ ഓക്സിജനേഷൻ ആൻഡ് ഇറ്റ് ഈസ് പംപ്ഡ് ഇൻ ടു വേരിയസ് ഓർഗൻ സൈമൾട്ടേനിയസ്ലി. അപ്പം ആ ആൻസർ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ.
ഇനി അടുത്ത് തന്നേക്കുന്നത് നമുക്കൊരു ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. 1 2 3 4 പാർട്ട് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ കൃത്യമായിട്ട് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ പേരും എല്ലാം അറിയാമെന്നാണ് വിശ്വാസം. അപ്പം 16ലേക്ക് പോകാം. എന്താണ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ദ ഫുഡ് ഓഫ് അത് നിങ്ങൾ വായിച്ചു നോക്കൂ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ ഞാനിത് വായിച്ചതാണ്. അപ്പോൾ 16 ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് എ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം 1 2 3 4ഉം അതിൻ്റേതായ കോളത്തിലുള്ള എക്സ്പ്ലനേഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ളതാണ് ബി ആണ് കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ആണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പം 16ൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ്. കാരണം എന്തുവാണ് 1 എന്താണ് ഇവിടെ കിടക്കുന്ന എന്തുമായിട്ടാണ് മാച്ച് ആവുന്നത്? ഇനിഷ്യൽ ഫേസ് ഓഫ് എ സ്റ്റാർച്ച് ഡൈജഷൻ. പിന്നെ സെക്കൻഡ് ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് എ ലിപ്പേസ് എൻസൈം ആക്ഷൻ. അപ്പം ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്കതിന് സമയമില്ല, ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ട് അതിൻ്റെ ഓപ്ഷൻ നിങ്ങൾ കറക്റ്റ് നോക്കിയാൽ മതി, പിക്ചറും മാച്ചിങ് വേർഡ്സും സെൻറ്റൻസും ആയിട്ട്. ഇനി നമുക്ക് 17ലേക്ക് മൂവ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മിറർ ഈസ് യൂസ്ഡ് ബൈ ഡെൻറ്റിസ്റ്റ് ടു എക്സാമിൻ എ സ്മോൾ ക്യാവിറ്റി ഇൻ എ പേഷ്യൻ്റ് ടീത്ത്. അപ്പോൾ നമുക്ക് ഒരു രീതിയിലും സംശയപ്പെടേണ്ട കാര്യമില്ല, അതൊരു കോൺകേവ് മിറർ തന്നെയാണ്. 17ൻ്റെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അത് ഈസി ആയിട്ട് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് 18ലേക്ക് പോകുമ്പം വിച്ച് ഡയഗ്രാം ഷോ ഇമേജ് ഫോർമേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓൺ എ സ്ക്രീൻ ബൈ എ കോൺവേർജിങ് ലെൻസ്. അപ്പോൾ കോൺവേർജിങ് ലെൻസിനകത്ത് ഒരു കൺവേർജിങ് ലെൻസും ഇമേജും ഒബ്ജക്റ്റ് ഫോം ആവണമെങ്കിൽ വിച്ച് ഡയഗ്രാം ഷോ ഇമേജ് ഫോർമേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓൺ എ സ്ക്രീൻ ബൈ എ കൺവേർജിങ് ലെൻസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതാണ്? ഫസ്റ്റ് 2 ഇൻറ്റു ഫോക്കൽ ലെങ്ത് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്, ഇതല്ല. അപ്പോൾ 2 ഇൻറ്റു ഫോക്കൽ ലെങ്തിൻ്റെ സെക്കൻഡ് 1 ഒബ്ജക്റ്റും ഇവിടെ സ്ക്രീനും ഇതെങ്ങനെയല്ല. അപ്പം മൂന്നാമത്തതിലേക്ക് പോകുമ്പം ഫോക്കൽ ലെങ്ത് ഇത് കണ്ടോ, ഒബ്ജക്റ്റ് മേലോട്ട് ഈ ഒരെണ്ണം നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. നിങ്ങളുടെ ബുക്കിൽ ഇതുപോലെ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇത് ഞാൻ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ മേക്ക് എ പാരലൽ ബീം ഓഫ് എ ലൈറ്റ് വെൻ ലൈറ്റ് ഫ്രം എ പോയിൻ്റ് സോഴ്സ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ്. അപ്പം അതും ബുക്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത് 19ൻ്റെ. അപ്പോൾ ഏതാണ്? കോൺകേവ് മിറർ ആസ് വെൽ ആസ് എ കോൺവെക്സ് ലെൻസ് ഉണ്ട്, കോൺകേവ് മിറർ ആസ് വെൽ ആസ് കോൺകേവ് ലെൻസ് ഉണ്ട്, 2 പ്ലെയിൻ മിറർ പ്ലേസ്ഡ് 90 ഡിഗ്രി, കോൺകേവ് മിറർ ആസ് വെൽ ആസ് എ കോൺകേവ് ലെൻസ്. ഇതിലേതാണ് 19ൻ്റെ? നിങ്ങളും ട്രൈ ചെയ്യൂ. അപ്പം ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആണ്. നമുക്ക് 20ലേക്ക് മൂവ് ചെയ്യാം. കൺസിഡർ ദീസ് indices of a refraction glass 1.52, air 1.00003, water 1.333 based on the reactive index of 3 metals. Arrange the speed of light through them in decreasing order. ഇൻക്രീസിങ് ഓർഡറിലല്ല അതിനെ അറേഞ്ച് ചെയ്യുന്നത്, ഇതിനെ ഒരു ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏതാണ്? ആദ്യമേ നമുക്ക് എയർ, വാട്ടർ, ഗ്ലാസ് എന്നുള്ള രീതിയിൽ പോകണം. അപ്പം എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ എയർ, വാട്ടർ, ഗ്ലാസ്. അപ്പം എയറിൽ നിന്ന് വാട്ടറിൽ അങ്ങനെയാണ് ഒരു ഫോർമേഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ്? ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ greater the speed of light in water greater than the speed of light in glass. അങ്ങനെയാണ് നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആ സ്പീഡിൻ്റെ അക്കോർഡിങ്ങിലാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 21ലേക്ക് പോകുമ്പം ഇഫ് എ ബീം ഓഫ് റെഡ് ലൈറ്റ് ആൻഡ് എ ബീം ഓഫ് വയലറ്റ് ലൈറ്റ് ആർ ഇൻസിഡൻറ്റ് അറ്റ് ദ സെയിം ആംഗിൾ ഓൺ ദ ഇൻക്ലൈൻഡ് സർഫസ് ഓഫ് എ പ്രിസം ഫ്രം എയർ
medium and produce angle of a refraction r and v respectively. Which of the following is correct? ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത് ഒരു എന്താണ് വയലറ്റ് റെഡ് ലൈറ്റ് പാസ് ചെയ്തു പോകുന്ന ഇൻസിഡൻറ്റ് ആംഗിളിനകത്ത് സർഫസ് ഓഫ് പ്രിസം ഫ്രം എയർ മീഡിയം ആൻഡ് പ്രൊഡ്യൂസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അതിനകത്ത് എന്ത് ആറും വിയും എന്നുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഏതാണ്, അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പം ആർ ഈക്വൽ ടു വി, ആർ ഗ്രേറ്റർ ദാൻ ആറാണ് വലുത്, വി ചെറുതെന്നും, ആർ ഈക്വൽ ടു 1/v, ആറ് സ്മോളർ ദാൻ വി. അപ്പോൾ ഏതാണ് വി ഇവിടെ വലുതും ആറ് ചെറുതും. അപ്പോൾ ഏതാണ് കറക്റ്റ്? വി ആറ് ചെറുതും വി വലുതുമാണ്. അപ്പോൾ 21ൻ്റെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് 22 ആണ്. അപ്പം നമുക്കിവിടെ ഒരു കോൺകേവ് മിററിൻ്റെയും എന്താണ് കോൺകേവ് മിറർ വെച്ചിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് ഗ്രാഫിനകത്ത് തന്നിട്ടുണ്ട്. എക്സാമിൻ ദ എബോവ് ഫിഗർ ആൻഡ് സ്റ്റേറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. ഓപ്ഷനുകളെ 4 തന്നിട്ടുള്ളതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? അപ്പം എന്താ, 1 സ്മോൾ ബോക്സ് ഇൻ ദ ഫിഗർ ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ. അപ്പം നമ്മൾ എപ്പോഴും ആലോചിക്കണം, നമുക്കവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ഒരു ബോക്സ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററിന് ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ്, ദ മിറർ ഹാസ് എ ഫോക്കൽ ലെങ്ത് ഓഫ് -6 സെൻറ്റിമീറ്റർ ആൻഡ് വിൽ പ്രൊഡ്യൂസ് ആൻ ഇമേജ് ഓഫ് എ മാഗ്നിഫിക്കേഷൻ +1. അപ്പോൾ അത് തെറ്റാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. ദ മിറർ ഹാസ് എ ഫോക്കൽ ലെങ്ത് ഓഫ് -3 സെൻറ്റിമീറ്റർ ആൻഡ് വിൽ പ്രൊഡ്യൂസ് ആൻ ഇമേജ് ഓഫ് മാഗ്നിഫിക്കേഷൻ -1. ഇനി ഒന്നും നോക്കണ്ട, ഓപ്ഷൻ ബി തന്നെയാണ് 22ൻ്റെ കറക്റ്റ് ആൻസർ. നിങ്ങൾ അതിനെ നല്ലപോലെ നോക്കി വേണം ചെയ്യാൻ. ഇത് അതിൻ്റെ വേറൊരു പാറ്റേണിലുള്ള ഒരു പടവും കൂടെ നമുക്ക് തന്നിട്ടുണ്ട് ഗ്രാഫിനകത്ത് 23യുടെ. The angle of incidence from air to glass at the point O on the hemispherical glass slab is ഏതാണ്? അപ്പോൾ നമുക്കിവിടെ 23ൻ്റെ യാതൊരു സംശയം വേണ്ട. ഇൻസിഡൻറ്റ് ഫ്രം എയർ ഗ്ലാസ് അറ്റ് ദ പോയിൻ്റ് ഓ, ദാ ഇവിടെ കിടപ്പുണ്ട്, ദാണ്ട് ഇവിടെ. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഓഫ് ദ സ്പെറിക്കൽ ഗ്ലാസ് സ്ലാബ് ഈസ്. അപ്പോൾ നോർമലി എന്തായിരിക്കും അത്? 0 തന്നെയായിരിക്കും, 0 ആംഗിൾ ഡിഗ്രി തന്നെയായിരിക്കും അതിനകത്ത് വരുന്നത്, ഒരു സംശയം വേണ്ട. ഇനി നമുക്ക് 24ലേക്ക് പോവുകയാണെങ്കിൽ, എ പ്രിസം എ ബി സി വിത്ത് ബി സി ആസ് എ ബേസ്. എപ്പോഴും അതിൻ്റെ ബി സിയെ ബേസ് ആയിട്ട് നമ്മൾ കാണണം എല്ലാത്തിൻ്റെ. ഈസ് പ്ലേസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻ. എ നാരോ ബീം ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഇൻ ദ പ്രിസം as shown in below figure. In which of the following diagram after dispersion the third color from the top of the spectrum correspond to the color of the sky? After dispersion ശേഷം ഏത് തേർഡ് കളർ ഫ്രം ദ ടോപ്പ് ഓഫ് ദ സ്പെക്ട്രം കറസ്പോണ്ട് ടു ദ കളർ ഓഫ് ദ സ്കൈ, ഏതാണ് അങ്ങനെ വരുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് 24ൻ്റെ. അപ്പോൾ ഏതാണ് വരുന്നത്? ഒന്നാമത്തെ നമുക്ക് എടുക്കാം, ഒന്നാമത്തത് അല്ല. രണ്ടാമത്തത് നോക്കിയേ, ബി സി ബേസായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് ശരിയാണ്. ഇവിടെ ബി സി ബേസായിട്ട് എടുക്കുന്ന തെറ്റ്, ഇത് തെറ്റ്. അപ്പം ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ 24ൻ്റെ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് 25ലേക്ക് സെക്ഷൻ ബിയിലേക്ക് പോകാം. എന്താണ് ഇവിടെ നോക്കിയേ, നമ്മുടെ ഒരു ലൈം സ്റ്റോൺ ഹീറ്റ് ചെയ്യുമ്പം ഒരു അൺനോൺ പ്ലസ് CO2 സ്ലേക്കഡ് ലൈം H2O പ്ലസ് H2O എന്നുള്ള ഒരു ആരോ ടൈപ്പിൽ, ഒരു ചെയിൻ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ, identify the correct option from the given table which represent the type of reaction occurring step 1 and step 2. സ്റ്റെപ്പ് 1-നകത്ത് സ്റ്റെപ്പ് 2-നകത്ത് നടക്കുന്ന റിയാക്ഷൻ ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് 25th-നകത്ത്. അപ്പം എൻഡോതെർമിക്കും ഇവിടെ ഓപ്ഷൻ എ എടുക്കുകയാണെങ്കിൽ, ഒന്നാമത്തതിനകത്ത് എൻഡോതെർമിക്കും രണ്ടാമത്തതിനകത്ത് അതിൻ്റെ എക്സോതെർമിക്ക് നടക്കുന്നു എന്നും മറ്റേതിനകത്ത് നടക്കുന്നു ഇല്ല എന്നുമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. രണ്ടാമത്തതിനകത്ത് ബിക്കകത്ത് പറഞ്ഞേക്കുന്നത് എക്സോതെർമിക്കുണ്ട്, എൻഡോതെർമിക്ക് ഇല്ല എന്ന്. മൂന്നാമത്തതിനകത്ത് എക്സോയും എൻഡോതെർമിക്കും ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതിനകത്ത് അതാണ്ട്
ഇവിടെ എക്സോതെർമിക്ക് നടക്കുന്നുണ്ട്, എൻഡോതെർമിക്ക് നടക്കും. കാരണം ലൈം സ്റ്റോൺ ഹീറ്റഡ് ചെയ്ത് എന്താണ് ഒരു സ്ലേക്കഡ് ലൈമായിട്ട് ഫോം ചെയ്ത് വരുമ്പോൾ അവിടെ എൻഡോതെർമിക്കും അതിൻ്റെ ഫോം ബൈ പ്രോഡക്റ്റ് എക്സോതെർമിക് പ്രൊഡക്ഷനും അവിടെ നടക്കുന്നുണ്ട്. ഇനി 26ൻ്റെ ഇൻ വിച്ച് ഇയർ ഈസ് കോൺസെൻട്രേഷൻ ഓഫ് എ ഹൈഡ്രോജൻ അയോൺ ദ ഹയസ്റ്റ്. അപ്പോൾ ഹയസ്റ്റ് ഹൈഡ്രോജൻ അയോൺ വരുന്ന ഇയർ ഏതാണെന്ന് നമുക്കൊരു ബാർ ഗ്രാഫിലൂടെ ചോദിച്ചേക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് താഴെ പറയുന്നത് റെയിൻ pH ഒരു ബ്ലൂ ലൈനിനെ pH വാല്യൂ അതാണ് തന്നേക്കുന്നത്. ഇനി അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പം തന്നെ അറിയാം 26, 2002, 2008, 2011 ആൻഡ് 2005. അപ്പോൾ നോക്കിയേ നമുക്ക് 2008. അപ്പം ഇവിടെയാണ്. അപ്പോൾ ഏതാണ് ആൻസർ? 2008 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഏറ്റവും എന്താണ് ഹയസ്റ്റ് ആയിട്ട് ഹൈഡ്രോജൻ അയൺ കോൺസെൻട്രേഷൻ ആയിട്ടിരിക്കുന്ന സ്ഥലം എവിടെയാണ്? 2008 ഇരിക്കുന്നത്. അപ്പോൾ ആൻസർ 2008. ഇനി 27ലേക്ക് പോകുമ്പം ദ ഡയഗ്രാം ഷോ ദ റിയാക്ഷൻ ബിറ്റ്വീൻ മെറ്റൽ ആൻഡ് ഡൈല്യൂട്ട് ആസിഡ്. DIL എന്ന് എഴുതിയിരിക്കുന്നത് ഡൈല്യൂട്ടഡ് ആസിഡാണ്. അപ്പോൾ അതാണ്ട് ഇവിടെ 4 ബീക്കറും ABCD കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ഡിഫറെൻറ്റ് ബിഹേവിയർ ഓഫ് മഗ്നീഷ്യം ഇൻ ദ ടെസ്റ്റ് ട്യൂബ് ബി? ടെസ്റ്റ് ട്യൂബ് ബിനകത്ത് മഗ്നീഷ്യത്തിൻ്റെ ഡിഫറെൻറ്റ് ബിഹേവിയർ എന്താണെന്നാണ്, അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് നമ്മളോട്. എന്താണ് അതിൻ്റെ റീസൺ? Mg ഈസ് ലൈറ്റർ എലമെൻറ്റ് ദാൻ ഡൈല്യൂട്ട് HCl. ഒരിക്കലും അല്ല. Mg റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് HCl ടു പ്രൊഡ്യൂസ് H2 ഗ്യാസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫ്ലോട്ടിംഗ്. ഉറപ്പായിട്ടും അത് തന്നെയാണ്. ബി ആണ് 27ൻ്റെ റൈറ്റ് ആൻസർ. 28ലേക്ക് പോകുമ്പം ദ ടേബിൾ ഷോൺ ബിലോ ഗീവ്സ് ഇൻഫർമേഷൻ അബൌട്ട് 4 സബ്സ്റ്റൻസ് ABCD. സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഐഡൻറ്റിഫൈ അയണിക് കമ്പൗണ്ട് ഫ്രം ദ എബോവ് ഗീവൺ സബ്സ്റ്റൻസ്. ഇതിനകത്തെ അയണിക് കമ്പൗണ്ട് ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏതാണ്? സോളിഡ്, ലിക്വിഡ്. അപ്പം നമ്മളിത് നോക്കുമ്പം 295 എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, അത് ഹൈ മെൽറ്റിംഗ് പോയിന്റിലുള്ളതൊന്നും അല്ല. ഇത് വരെയുള്ളത് എടുത്താൽ മതി. അപ്പോൾ എടുക്കുമ്പോൾ ഇത് ബിയും സിയും നമുക്ക് എടുത്തു നോക്കാം, മറ്റേതിനെ ഒമിറ്റ് ചെയ്ത് കളയാം. അപ്പം ബിയുടെ സോളിഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി പുവർ, ഗുഡ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പം 1210ൻ്റെ ബി ശരിയാണ്. പിന്നെ സിയുടെ എടുക്കുമ്പം എന്താണ് 1890. ഇവിടെ പൂവറും ഗുഡുമാണ് കൊടുത്തേക്കുന്നത്. അത് പൂവറല്ല, ഇത് ഗുഡ് സോളിഡ് തന്നെയാണ്. അതുകൊണ്ട് ഇത് തെറ്റാണ്. പിന്നെ നോക്കുമ്പം അതും ശരിയാണ്. ഇവിടെ ബി ശരിയാണ്. 1890യുടെ പൂവറും ഗുഡ് അത് ശരിയാണ്. 1 മിനിറ്റ്. ഡിയിലേക്ക് നോക്കുമ്പം 1160 കൊടുത്തേക്കുന്നത്, രണ്ടും പൂവർ കൊടുത്തേക്കുന്നു. അപ്പം അത് ശരിയല്ല. അപ്പോൾ ഇതിനകത്ത് ബിയും സിയും ആണ്. ബിയും സിയും ഉള്ള ഓപ്ഷൻ ഇതിനകത്ത് ABBC. ഓപ്ഷൻ നമ്പർ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 28ൻ്റെ ഓപ്ഷൻ നമ്പർ ബി. ഇനി 29ലേക്ക് പോകുമ്പം വിനയ് ഒബ്സർവ്ഡ് ദാറ്റ് ദ stain of curry on a white shirt become a reddish brown when soap is scrubbed on it, but it turns into yellow again when the shirt is washed with plenty of water. But the might be reason for this observation. ഇത് കുറേ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മഞ്ഞൾ പറ്റിയതിനകത്ത് ഒരു കറിയോ എന്തെങ്കിലും പറ്റിയിട്ടുള്ളതിനകത്ത് സോപ്പിട്ട് ഓൾറെഡി അത് യെല്ലോ ആയിട്ട് മാറും. അതിൻ്റെ റീസൺ എന്താണെന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പരീക്ഷയ്ക്ക് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ? സോപ്പ് ഈസ് അസിഡിക് ഇൻ നേച്ചർ. അല്ല, സോപ്പ് ഈസ് ബേസിക് ഇൻ നേച്ചർ. അത് ശരിയാണ്. സോപ്പ് ബേസിക് നേച്ചറാണ്. പിന്നെന്താണ്? ടർമറിക് ഈസ് എ നാച്ചുറൽ ഇൻഡിക്കേറ്റർ വിത്ത് ഗീസ് റെഡിഷ്
ടിഞ്ച് ഇൻ ബേസിസ്, അതും ശരിയായ ഓപ്ഷനാണ്. ടെർമറിക് ഈസ് എ നാച്ചുറൽ ഇൻഡിക്കേറ്റർ വിച്ച് ഗീസ് റെഡിഷ് ടിഞ്ച് ഇൻ ആസിഡ്, അത് തെറ്റാണ്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റായിട്ട് വന്നേക്കുന്നത് 2ഉം 3ഉം ആണ്. അപ്പം 2ഉം 3ഉം ഏതിനകത്താണ് ഉള്ളത്? ഓപ്ഷൻ ബിക്കകത്താണുള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് 13ലേക്ക് പോകാം. 13ൽ എന്താണ്? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റപ്പ് വുഡ് ബി ദ ബൾബ് ഗ്ലോ? ഇതിനകത്ത് കുറേ പിക്ചർ തന്നിട്ടുണ്ട്. ഇതിലേത് കറക്റ്റായിട്ടുള്ള സെറ്റപ്സിനകത്താണ് ബൾബ് ഗ്ലോ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. 1നകത്ത് നോക്കിയേ, 1ൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. അപ്പം 1നകത്ത് മസ്റ്റായിട്ടും ഒരു ബൾബ് ഗ്ലോ ചെയ്യാൻ സാധ്യതയുണ്ടെന്നല്ല, ബൾബ് ഗ്ലോ ചെയ്യും. ഇനിയും 2നകത്ത് പറ്റില്ല. 3നകത്ത് ആൽക്കഹോളിൻ വാട്ടർ, റബ്ബർ കോക്ക് പറ്റില്ല. ലൈം വാട്ടർ ഉറപ്പായിട്ടും ലൈം പറ്റും. അപ്പോൾ 1ഉം 4ഉം ആണ്. 1ഉം 4ഉം ഇതിനകത്തുണ്ടോയെന്ന് നമുക്ക് നോക്കാം. 1 and 4 ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി മുന്നോട്ട് നമുക്ക് പോകാം. അപ്പം സിയിലേക്ക് എത്തി. നമുക്കിതിൻ്റെ അസേർഷൻ റീസൺ ആണ്. ഒരു 4 ക്വസ്റ്റ്യനോളം അസേർഷൻ റീസൺ ആണ്, 31 മുതൽ 34 വരെ. അപ്പം 31ൻ്റെ fresh milk in which baking soda is added take a longer time to set as curd. അപ്പം അസേർഷൻ എന്താണ്? ഇങ്ങനെ. അപ്പോൾ റീസൺ ബേക്കിംഗ് സോഡ ഡിക്രീസസ് ദ pH വാല്യൂ ഓഫ് എ ഫ്രഷ് മിൽക്ക് ടു ബിലോ 6. അപ്പോൾ 31ൻ്റെ നമുക്ക് എന്താണ്? അസേർഷനും ട്രൂ ആണ്, ബട്ട് റീസൺ എന്താണ്? അതിൻ്റെ ഫാൾസ് ആണ്. ഓക്കെ, അപ്പം ഇത് സി ആണ്. ഇനി രണ്ടാമത്തതിലേക്ക് പോവുകയാണെങ്കിൽ അസേർഷൻ ഡികമ്പോസിഷൻ ഓഫ് എ വെജിറ്റബിൾ മാറ്റർ ഇൻറ്റു കമ്പോസിറ്റ് ഈസ് ആൻ എൻഡോതെർമിക് റിയാക്ഷൻ. റീസൺ ഡികമ്പോസിഷൻ റിയാക്ഷൻ ഇൻവോൾവ് ബ്രേക്ക് ഡൗൺ ഓഫ് എ സിംഗിൾ റിയാക്റ്റൻറ്റ് ഇൻറ്റു എ സിംപ്ലർ പ്രോഡക്റ്റ്. അപ്പോൾ 32ൻ്റെ നമുക്ക് എന്താണ്? ഇതിൻ്റെ അസേർഷൻ എന്തായാലും ഡിയുടെ അസേർഷൻ ഫാൾസ് ആണ് ഫസ്റ്റിൻ്റെ. അപ്പോൾ പക്ഷേ അതിൻ്റെ റീസൺ എന്താണ്? അസേർഷൻ്റെ റീസൺ ട്രൂ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, പക്ഷേ അസേർഷൻ ഫാൾസ് ആണ്. അപ്പോൾ എന്താണ്? ഇതിൻ്റെ ഡി ആണ് ഇതിൻ്റെ 32ൻ്റെ ഉത്തരം. ഇനി നമുക്ക് 33ലേക്ക് പോകുമ്പം എന്താണ്? അസേർഷൻ റീസിൻസ് ആൻഡ് ഗംസ് ആർ സ്റ്റോർഡ് ഇൻ ഓൾഡ് സൈലം ടിഷ്യൂസ് ഇൻ പ്ലാന്റ്സ്. റീസിൻസ് ആൻഡ് ഗംസ് ഫാസിലിറ്റേറ്റ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ മോളിക്യൂൾസ്. അപ്പോൾ 33യുടെ അപ്പോൾ നമുക്കിതെന്താണ്? അസേർഷൻ ട്രൂ ആണ്, ബട്ട് റീസൺ ഫാൾസ് ആണ്. അപ്പം ഇതും സി ആണ് അതിൻ്റെ ആൻസർ. ഇനി നമ്മൾ ഡിയിലേക്ക് പോകുമ്പം സ്കൈ അപ്പിയർ ബ്ലൂ ഇൻ ദ ഡേ ടൈം, വൈറ്റ് ലൈറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ 7 കളർ. അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യം? നമ്മൾ 34 ആണ് ചെയ്തത്. അതിൻ്റെ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ അല്ല. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പോൾ ഇതെന്താണ്? ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 34ൻ്റെ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് 35ലേക്ക് പോകാം. 35ൽ എന്ന് വെച്ചാൽ ദ ടേബിൾ ഗിവൺ ബിലോ ഷോ ദ റിയാക്ഷൻ ഓഫ് എ ഫ്യൂ എലമെൻറ്റ് വിച്ച് ആസിഡ് ആൻഡ് ബേസ് ടു ഇവോൾവ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോൾ നമുക്ക് ആസിഡ് ബേസ് കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ ഗ്യാസസ് ഇവോൾവ് ചെയ്യുന്ന ആ റിയാക്ഷനെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ 35ൻ്റെ. അപ്പോൾ ഏതാണ്? ബി. ഇതിനകത്ത് സാറ്റിസ്ഫൈ ആയിട്ടുള്ളത് ബി സാറ്റിസ്ഫൈ ആണ്. ഡി എലമെൻ്റ് ഡിയും സാറ്റിസ്ഫൈ ആണ്. അപ്പോൾ ഏതാണ് ഇതിനകത്ത് ബിയും ഡിയും ഉള്ളത്? എവിടെ? 35നകത്ത് എവിടെയാണെന്ന് നോക്കി. ബി ആൻഡ് ഡി. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ.
In which of the following group of organism blood flows through the heart only once during one cycle of passage through the body? അപ്പം നിങ്ങൾ കുറേ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, വൺ ടൈം പാസേജ് ഉള്ള ബോഡി പാസേജ് ചെയ്യുന്ന ഹാർട്ട് ഒരു പ്രാവശ്യം മാത്രം ഇങ്ങനെ വൺ സൈക്കിളിൽ ഒരു പ്രാവശ്യം മാത്രം ഹാർട്ടിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഓർഗാനിസംസുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, 36ൻ്റെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. കാരണം മീനിൻ്റെ വിഭാഗത്തിൽ വരുന്ന എല്ലാം, ഷാർക്ക്, ഡോഗ് ഫിഷ്, സ്റ്റിംഗ് റേ, ഇതെല്ലാം എന്താണ്, വൺ ടൈം ഹാർട്ട് ഓൺലി വൺസ് ഡ്യൂറിങ് വൺ സൈക്കിളിലാണ് എന്ത് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. ഇനി നമ്മൾ 37ലേക്ക് പോകാം. വാട്ട് ഈസ് ദ കോമൺ ബിറ്റ്വീൻ എക്സ്റ്റെൻസീവ് നെറ്റ്വർക്ക് ഓഫ് എ ബ്ലഡ് വെസൽ അറൗണ്ട് വാൾ ഓഫ് ആൽവോലി ആൻഡ് ഇൻ ഗ്ലോമിറോൾസ് ഓഫ് എ നെഫ്രോൺ? അപ്പോൾ 37ൻ്റെ നമ്മൾ നമ്മുടെ ആ ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പം ഏതാണ് തിൻ വാൾഡ് ക്യാപ്പിലറീസ് റിച്ച്ലി സപ്ലൈഡ് വിത്ത് ബ്ലഡ്, അതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയാൽ മതി, എല്ലാം ഒരുപോലുള്ളതായിരിക്കും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് പ്ലാന്റ് യൂസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പ്രോസസ് ഫോർ എക്സ്ക്രീഷൻ ആസ് എ കമ്പയർഡ് ടു ആനിമൽ. അത് ഓക്കെയാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോസസ് നോട്ട് ഫോളോഡ് ബൈ പ്ലാന്റ് ഫോർ നോട്ട് ഫോളോഡ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം നോട്ട് ഫോളോഡ്, ദേ ക്യാൻ ഗെറ്റ് റിഡ് ഓഫ് എക്സസ് വാട്ടർ ബൈ ട്രാൻസ്പിറേഷൻ, അത് നോർമലാണ്. ദേ സെലക്റ്റീവ്ലി ഫിൽറ്റർ ടോക്സിക് സബ്സ്റ്റൻസ് ത്രൂ ദെയർ ലീവ്സ്, അത് തെറ്റായ കാര്യമാണ്. അപ്പം അതിൻ്റെ ഓപ്ഷൻ ബി ആണ് നോട്ട് ഫോളോ ചെയ്യാത്തത്. അപ്പം ഇനി എന്താണ്, ഇനി താഴോട്ട് വായിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് തന്നെ അങ്ങനൊരു കാര്യമേ നടക്കുന്നില്ല, നോട്ട് ഫോളോ ആണത് 38ൻ്റെ. ഇനി നമുക്ക് 39ലേക്ക് പോകാം. 39ലേക്ക് പോകുമ്പോൾ ഒരു കാൽക്കുലേഷനാണ്. ഇഫ് ദ പവർ ഓഫ് എ ലെൻസ് ഓഫ് -4.0D ദെൻ ഇറ്റ് മീൻസ് ദാറ്റ് ദ ലെൻസ് ഈസ് എ. അപ്പം പവർ ഓഫ് ലെൻസ് 39ൻ്റെ നമുക്കൊരു കാൽക്കുലേഷൻ അവിടെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്താണ് നമുക്കിവിടെ ചെയ്യേണ്ടത്, P ഈസ് ഈക്വൽ ടു എന്താണ്, നമ്മളത് പഠിച്ചിട്ടുണ്ട്, 1/f എന്നാണ്. 1/f എന്ന് വെച്ചാൽ എന്തുവാ, 1/4 × 100 എന്ന് ചെയ്യുമ്പോൾ 1/4 എന്ന് വെച്ചാൽ -1 ആണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്തോ കിട്ടും ആൻസർ, -25 എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്ത് -25 ഉള്ളത് ഏതാണ്, രണ്ടെണ്ണത്തിനകത്തുണ്ട്. അപ്പോൾ പക്ഷേ ഇവിടെ കോൺകേവ് ലെൻസാണ് ഇതിനകത്ത്. കോൺകേവ് ലെൻസ് ഓഫ് എ ഫോക്കൽ ലെങ്ത് -25 സെൻറ്റിമീറ്റർ എന്നാണ് സാറ്റിസ്ഫൈ ആയിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ ആൻസർ, ഓപ്ഷൻ സി. ഇനി നമുക്ക് റേസ് ഫ്രം സൺ കോൺവേർജ് അറ്റ് എ പോയിൻറ്റ് 15 സെൻറ്റിമീറ്റർ ഇൻ എ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ വെയർ ഷുഡ് ആൻ ഒബ്ജക്റ്റ് ബി പ്ലേസ്ഡ് സോ ദാറ്റ് സൈസ് ഓഫ് ഇറ്റ്സ് ഇമേജ് ഈസ് ഈക്വൽ ടു ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്. എന്താണ് നമുക്ക് 40ക്കകത്ത് ആയിട്ടുള്ളത്. അപ്പം 30 സെൻറ്റിമീറ്റർ അപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ, അത് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. 15 × 2ൻ്റെ 30 സെൻറ്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ, അതാണ് ഏത് 14ൻ്റെ കറക്റ്റ് ഓപ്ഷൻ. അത് മുന്നോട്ട് നോക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആ പാറ്റേൺ അറിയാമെങ്കിൽ എന്താ 2 × ഓബ്ജക്റ്റ് എന്നാണ് അതിൻ്റെ. അപ്പോൾ 30 സെൻറ്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. അപ്പോൾ ഇനി അടുത്തത്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ഫുഡ് മെറ്റീരിയൽ ഈസ് ബ്രോക്കൺ ഡൗൺ ഔട്ട്സൈഡ് ദ ബോഡി ആൻഡ് ദ അബ്സോർബ്ഡ് ഇൻ എന്നാണ് 41ൻ്റെ ക്വസ്റ്റ്യൻ. ഏതാണ്, മഷ്റൂം, ഗ്രീൻ പ്ലാന്റ്, അമീബ അല്ല, ഈസ്റ്റ് മഷ്റൂം ബ്രെഡ് മോൾഡ് ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. താഴോട്ട് ഇനി നോക്കണ്ട, അത് നമുക്ക് ഈസ്റ്റ് മഷ്റൂമും ബ്രെഡ് മോൾഡ് കിട്ടി, അതിൻ്റെ ഒരു പാറ്റേൺ വേറെ ഒന്നിനകത്തും ഇല്ല. ഇനി 42ലേക്ക് പോയി. എ പേഴ്സൺ ദ ട്യൂബ്യൂൾ പാർട്ട് ഓഫ് ദ നെഫ്രോൺ ഈസ് നോട്ട് ഫങ്ഷനിങ് അറ്റ് ആൾ. ഇപ്പോൾ ഒരാളുടെ നെഫ്രോണിൻ്റെ ട്യൂബ്യൂൾ പാർട്ട് ഫങ്ഷൻ അല്ലെങ്കിൽ വാട്ട് വിൽ ഇറ്റ് എഫക്റ്റ് ബി ഓൺ യൂറിൻ ഫോർമേഷൻ. അപ്പോൾ യൂറിൻ ഫോർമേഷനകത്ത് എന്താണ്, നമുക്ക് ട്യൂബ്യൂൾ പാർട്ട് ഫങ്ഷൻ അല്ലെങ്കിൽ നെഫ്രോൺ എന്ത് ചെയ്യും, വെള്ളത്തിനെ ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റാതെ എന്ത് ചെയ്യും, വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് മോറായിട്ട് മൂത്രം പൊക്കോണ്ടിരിക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ അഫക്ഷൻ, ദ യൂറിൻ വിൽ നോട്ട് ബി ഫോംഡ് അല്ല, ഒരുപാട് ഫോം ആവും. അപ്പോൾ എന്താ, യൂറിൻ ഈസ് മോർ ഡൈല്യൂട്ടഡ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ ഈ 34ലേക്ക് പോകുമ്പോൾ, ഇഫ് ദ റിയൽ ഇമേജ് ഓഫ് എ ക്യാൻഡിൽ ഫ്ലെയിം ഫോംഡ് ബൈ എ ലെൻസ് ഇൻ 3 times ഇസ്
The size of the flame and the distance between lens and image is 80 centimeter. At which distance should the candle be placed from the lens എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 43യുടെ നമുക്കറിയാം എന്താണ് എം ഈസ് ഈക്വൽ ടു വി അപ്പോൺ യു എന്നുള്ള കാൽക്കുലേഷനിലാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ അതിൻ്റെ ഇത് എഴുതി എം ഈസ് ഈക്വൽ ടു വി അപ്പോൺ യു എന്നുള്ള കാൽക്കുലേഷനിൽ ചെയ്യാം. എം എന്ന് പറഞ്ഞത് -3 ആണ്, വി പറയുന്നത് +80 ആണ്, നമുക്ക് യു ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? വി അപ്പോൺ യു എന്നുള്ള ഓപ്ഷനിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുന്നത്? -80 അപ്പോൺ 3 സെൻറ്റിമീറ്റർ എന്നുള്ള ആ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞു തന്നു. നിങ്ങളത് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് 43യുടെ ഓപ്ഷൻ ഡി ആണ് -80 അപ്പോൺ 3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അത് ഈ രീതിയിൽ ചെയ്ത് നോക്കണം. 44ൻ്റെ നമുക്കുള്ളൊരു പ്രിൻസിപ്പൽ ആക്സിസും ഒബ്ജക്റ്റും ഫോക്കൽ ലെങ്തും എല്ലാം വെച്ച് തന്നിട്ടുണ്ട് ഒരു പിക്ചർ. വൈൽ ലുക്കിംഗ് അറ്റ് ദ എബോവ് ഡയഗ്രാം നളിനി കൺക്ലൂഡ് ദ ഫോളോയിങ്. എന്തൊക്കെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്, നളിനി കൺക്ലൂഡ് ചെയ്യുന്നത് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നോക്കട്ടെ, താഴോട്ടുണ്ടോന്ന് ഇല്ല. 44ൻ്റെ അപ്പം നമുക്ക് ഏതാണ് എന്തൊക്കെ കൺക്ലൂഡ് ചെയ്യുന്നു നോക്കാം. ദ ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ് വിൽ ബി വെർച്വൽ വൺ ആണോ? അല്ല, വെർച്വൽ അല്ല. The reflected ray will travel along the same path as the incident ray but the opposite direction. ശരിയാണ്. ഇനി എന്താണ് പറഞ്ഞേക്കുന്നത്? ദ ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ് വിൽ ബി കൺവേർട്ടഡ്. അപ്പോൾ പിക്ചറിനകത്ത് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ദിസ് ഈസ് കോൺകേവ് മിറർ ആൻഡ് ഹെൻസ് ദ ഫോക്കൽ ലെങ്ത് വിൽ ബി നെഗറ്റീവ്. അതും കറക്റ്റാണ്. അപ്പം 2, 3, 4 ഉള്ളത് ഏതാണ്? ഓപ്ഷൻ എ, ബി, സി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പിക്ചർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ 3 കണ്ടീഷനും അതിനകത്ത് സാറ്റിസ്ഫൈ ആണ്. നമുക്കിനി 45ലേക്ക് പോകാം. ഇതൊരു മീഡിയം 1, 2, 3, 4 മീഡിയം 1, 2, 3, 1 എന്നുള്ള ഒരു ഗ്രാഫാണ് തന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് വായിച്ച് നോക്കണം. ഇൻ ദ എബോവ് ഡയഗ്രാം ലൈറ്റ് ഈസ് ട്രാവൽഡ് ത്രൂ ഡിഫറെൻറ്റ് മീഡിയത്തിലൂടെ പോകുമ്പം എന്താണ് 1 ഈക്വൽ ടു 3 ഈക്വൽ ടു 4 ബട്ട് 2 the one which of the following statement would be correct എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 45ൻ്റെ ഏതാണ് കറക്റ്റ്? മീഡിയം 1 ഈസ് ഡെൻസർ ദാൻ മീഡിയം 3 ബട്ട് ഇറ്റ്സ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മീഡിയം 2. ഒരിക്കലും അല്ല. അപ്പം മീഡിയം 2 ഈസ് എ റേറസ്റ്റ് മീഡിയം അല്ല. മീഡിയം 3 ഈസ് ഡെൻസർ ദാൻ മീഡിയം 1 അല്ല. മീഡിയം 1 ആൻഡ് 3 ആർ essentially the same medium. അത് മീഡിയം 1 ആൻഡ് 3 അത് ശരിയാണ്, essentially the same. ബട്ട് മീഡിയം 2 ഈസ് ഡെൻസർ ദാൻ 1. മറ്റു മീഡിയം 2 ഈസ് ഡെൻസർ ദാൻ 1 ശരിയാണ്. 1 ആൻഡ് 3. അപ്പം ഡി ആണ് 45ൻ്റെ കറക്റ്റ് സാറ്റിസ്ഫൈങ് ആൻസർ. അപ്പോൾ ഇനിയും 46ലേക്ക് പോകുമ്പം ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ ഫ്ലിൻറ്റ് ഗ്ലാസ് ഈസ് 1.65 ആൻഡ് ഫോർ ആൽക്കഹോൾ ഈസ് 1.36 with respect to air. Which of the refractive index of the flint glass with respect to alcohol എന്നാണ് ചോദിച്ചേക്കുന്നത് 46ൻ്റെ. അപ്പോൾ എന്താണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്? അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ മതി. എന്താണ് ഡിവിഷൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. അപ്പോൾ ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? അപ്പോൾ നോക്കട്ടെ. 1.65 വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫ്ലിൻറ്റ് ഗ്ലാസ് represented to the alcohol. അപ്പം ഓപ്ഷൻ ബി ആണ് 1.21 എന്നുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടും ഡിവൈഷൻ ചെയ്യുമ്പം പാറ്റേണിൽ. ഇനി നമുക്ക് 47-നകത്തൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഗ്രാഫല്ല, ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ദ എബോവ് ലെൻസ് ഹാസ് എ ഫോക്കൽ ലെങ്ത് 10 cm. ദ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 2 mm ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എ 5 cm ഓഫ് ദ പോൾ. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ഇമേജിൻ്റെ ഹൈറ്റ് നോക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് 47-നകത്ത്. അപ്പോൾ എന്താണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്? എഫ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് 10 തന്നിട്ടുണ്ട്. F10 ഫോക്കൽ ലെങ്ത് F10 തന്നിട്ടുണ്ട്. H 0.5
2 തന്നിട്ടുണ്ട്. അപ്പോൾ യു എന്ന് പറയുന്നത് എന്ത് കിട്ടും? -5 കിട്ടും. അപ്പോൾ ചെയ്ത് നോക്കണം. -5 കിട്ടും. അപ്പം -10/-5 ഈസ് ഇൻറ്റു 0.2 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ആൻസർ ഏതാണ്? 4 മില്ലിമീറ്റർ എന്നുള്ള ആൻസർ വരും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമ്മൾ 40 ദ കേബിൾ മാനുഫാക്ചറിങ് യൂണിറ്റ് ടെസ്റ്റഡ് ഫ്യൂ എലമെൻറ്റ്സ് ഓഫ് ദ ബേസിസ് ഓഫ് ദെയർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്. മാലിയബിൾ, ഡക്റ്റൈൽ ഇലക്ട്രിസിറ്റി, കണ്ടക്ടിവിറ്റി, മെൽറ്റിംഗ് പോയിന്റ്, ഇതെല്ലാം ഇവിടെ തന്നിട്ടുണ്ട് 48ൻ്റെ. അപ്പോൾ നമുക്കിവിടെ എന്താണ് സാറ്റിസ്ഫൈങ്? നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ഇതിൻ്റെ ആൻസർ XYZ ആണ്. അപ്പോൾ W ഇതിനകത്ത് മോസ്റ്റ് ഓഫ് ദ സ്ഥലത്തും സാറ്റിസ്ഫൈ ആവത്തില്ല. WXY അല്ല, XYZ ആണ്. എക്സ് മേലിയബിലിറ്റീൻ്റെ പ്രോപ്പർട്ടീസ് നോ, ഡക്റ്റബിൾ നോ, ഇലക്ട്രിസിറ്റി യെസ്. അപ്പോൾ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേഗം അത് മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്കൊരു കേസ് സ്റ്റോറിയിലേക്ക് പോകുമ്പം 49ൻ്റെ വിച്ച് കമ്പൗണ്ട് ഓഫ് ദ ടേബിൾ റിയാക്ട് വിത്ത് ആസിഡ് ടു റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ്. അവിടെ മുകളിൽ പോയി നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് വേണം താഴേക്ക് വരാൻ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്. അപ്പം 49ൻ്റെ ഏതാണ്? 48ൻ്റെ ഞാൻ ആൻസർ ഇതിനകത്ത് നിങ്ങൾക്ക് അടയാളപ്പെടുത്തി തന്നു. ഓക്കെ, ബി അടയാളപ്പെടുത്തി തന്നു. 49ൻ്റെ ഏതാണ്? CaCO3 ആണ് കറക്റ്റ് ആൻസർ. ഏതാണ് നമ്മുടെ റിയാക്ട് വിത്ത് ആസിഡ് ടു റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ്? CaCO3. ഇനി 50ലേക്ക് പോകുമ്പം ഹൗ മെനി ഗ്രാം ഓഫ് മഗ്നീഷ്യം സൾഫേറ്റ് ആർ പ്രസൻറ്റ് ഇൻ 135 ഗ്രാം ഓഫ് സോളിഡ് ലെഫ്റ്റ് ബൈ ഇവാപ്പറേഷൻ ഓഫ് എ സീ വാട്ടർ. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പം നമ്മൾ കണ്ടുപിടിച്ച് ചെയ്തു വരാം. നമുക്ക് 18 കിട്ടണം. 18 ഓക്കെ, 15ൻ്റെ 18 ഇവിടെ ഉണ്ട്. ഓപ്ഷൻ നമ്പർ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 51ലേക്ക് നമുക്ക് പോവാം. വാട്ട് ഈസ് ദ സാച്ചുറേറ്റഡ് സോഡിയം ഓഫ് സൊല്യൂഷൻ ഓഫ് എ സോഡിയം ക്ലോറൈഡ് കാൾഡ്? അപ്പം 51ൻ്റെ എന്താണ് നമുക്ക് ഈസി ആയിട്ട് അറിയാം. സ്ലേക്കഡ് ലൈം ആണ്. ഇനി 52ലേക്ക് പോകുമ്പം വാട്ട് ഈസ് ദ pH ഓഫ് ആസിഡ് വിത്ത് ഈസ് യൂസ്ഡ് ഇൻ എ ഫോർമേഷൻ ഓഫ് എ കോമൺ സാൾട്ട്? എവിടെയാണ്? പിക്ചറിലേക്ക് തന്നെ ഇതിലേക്ക് തന്നെ പോവാം. ഓക്കെ, 52. അപ്പോൾ ഏതാ? ബിറ്റ്വീൻ 1 to 3, 1 മുതൽ 3 വരെയുള്ളതാണ് pH ഓഫ് സാൾട്ടിൻ്റെ ഫോർമേഷനുള്ള pH. ഇനി കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ അടുത്തത് ഇതാണ്. ഒരു എന്താണ്, 2 ഫിഗർ തന്നിട്ടുണ്ട് പിക്ചറിനകത്ത്. നിങ്ങൾ നന്നായിട്ട് വായിക്കണം. സമയം ഒരുപാട് പോകുന്നതുകൊണ്ടാണ് ഞാൻ വേഗം ഓടിച്ചു പോകുന്നത്. ദിസ് ഈസ് ദ എക്സ്പെരിമെൻ്റൽ സെറ്റ് അപ്പ് യൂസ്ഡ് ടു പ്രൂവ് എസെൻഷ്യലി ഓഫ് ദ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിക്വയർമെൻറ്റ് ഓഫ് എ ഫോട്ടോസിന്തസിസ്. ഇതിനകത്ത് 50 ഏതാണ് ഫോട്ടോസിന്തസിസിൻ്റെ റിക്വയർമെൻ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഉറപ്പായിട്ട് നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, വേറൊന്നുമല്ല. The functional of KOH is a absorber. The function of KOH is to absorb. KOHൻ്റെ ഫങ്ഷൻ ഇതിനകത്ത് 54-നകത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ 55-നകത്ത് പോകുമ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഷോ ദ കറക്റ്റ് റിസൾട്ട് ഓഫ് അയഡിൻ ടെസ്റ്റ് performed on the leaf from plant X and Y respectively. ഏതാണ്? 55ൻ്റെ ബ്ലൂ ബ്ലാക്ക് കളർ വുഡ് ബി ഒബ്റ്റെയിൻഡ് ഇൻ ദ ലീഫ് ഓഫ് പ്ലാന്റ് എക്സ് ആൻഡ് നോ ചേഞ്ച് ഇൻ ദ കളർ ഓൺ ലീഫ് പ്ലാന്റ് വൈ. തെറ്റാണത്. ബ്ലൂ ബ്ലാക്ക് കളർ വുഡ് ബി ഒബ്റ്റെയിൻഡ് ഓൺ ദ ലീഫ് ഓഫ് എ പ്ലാന്റ് വൈ ആൻഡ് നോ ചേഞ്ച് ഇൻ കളർ ഓൺ ലീഫ് ഓഫ് പ്ലാന്റ് എക്സ്. അത് റൈറ്റ് ആൻസർ ആണ്. ഇനി താഴോട്ട് നിങ്ങൾ നോക്കണ്ട. 55ൻ്റെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 56ലേക്ക് പോകുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്പ് ക്യാൻ ബി ഫോളോഡ് ഫോർ മേക്കിംഗ് എ അപ്പാരറ്റസ് എയർ ടൈറ്റ്? 56ൻ്റെ ഏതാണ്? പ്ലേസിങ് ദ പ്ലാന്റ് ഓൺ ഗ്ലാസ് പ്ലേറ്റ്, അത് ഓക്കെയാണ്. പിന്നെ യൂസിങ് എ സെക്ഷൻ പമ്പ്, അതിൻ്റെ വേണ്ട, തെറ്റാണ്. അപ്ലൈയിങ് അസിലൈൻ ആസ് എ സീൽ ഓഫ് എ ബോട്ടം ഓഫ് എ ജാർ, ഇതും റൈറ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാവുന്നതാണ്. 3.
ക്രിയേറ്റിംഗ് വാക്വം തെറ്റാണ്. അപ്പം 1ഉം 3ഉം ഉള്ളത്, 1ഉം 3ഉം ഏതാണ് മക്കളെ ഇതിനകത്തുള്ളത്? അപ്പം 1ഉം 3ഉം ഉള്ളത് 1 3 ഓപ്ഷൻ സി ആണ് ഏതിൻ്റെ 56ൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ 57ലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ കേസ് സ്റ്റഡിയാണ്. വാട്ട് വുഡ് ബി ദ എക്സ് ദാറ്റ് ഷീ പ്ലേസ്ഡ് ഇൻസൈഡ് ദ ബോക്സ് ടു മേക്ക് ദ റേ ബിഹേവ് ആസ് ഷോൺ? നോക്കട്ടെ. ഓക്കെ, ഏതാണ്? കൺവേർജിങ് ലെൻസ് അല്ല, എ പാരലൽ സ്ലൈഡ് ഗ്ലാസ് ബ്ലോക്ക്, അതാണ് ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 58ലേക്ക് പോവാം. ഷീ മെഷേർഡ് ദ ഗ്ലാസ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ബോത്ത് ദ റേസ് ഓഫ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബോക്സ് ടു ബി 48.66 degree. She knew the refractive index of the material X inside the box was 1.5. What will be the approximate value of the angle of a refraction? 58ൻ്റെ എന്താണ്? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എം എന്ന് പറഞ്ഞത് സൈൻ ഐയും സൈൻ ആറും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കട്ടെ. ഞാൻ മുകളിൽ പോയി ഇപ്പം നമ്മുടെ ഇവിടെ സൈൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അതനുസരിച്ച് ചെയ്യുമ്പം ഓക്കെ ഉറപ്പായിട്ട് നമുക്ക് ആൻസർ സി ആണ് കിട്ടുന്നത്. 30 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. നിങ്ങളത് ചെയ്ത് നോക്കണം. മനസ്സിൽ പെട്ടെന്ന് മനസ്സിൽ നല്ല എക്സ്പേർട്ടാണെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ പേപ്പറിൽ വേഗം എഴുതി ചെയ്യണം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പം നമുക്ക് 59ലേക്ക് പോവാം. 59ൻ്റെ ഹെർ ഫ്രണ്ട് നോട്ടഡ് ദ ഫോളോയിങ് ഒബ്സർവേഷൻ ഫ്രം ദ ഡെമോൺസ്ട്രേഷൻ ഗ്ലാസസ്. Which of the combination of the above statement given below is correct? അപ്പം ഏതാണ്? ഗ്ലാസ് ഈസ് ഒപ്റ്റിക്കൽ റെയർ ദാൻ എയർ അല്ല, ഫസ്റ്റ് അല്ല. എയർ ആൻഡ് ഗ്ലാസ് അലോ ടൈറ്റ് ടു പാസ് അതല്ല. എയർ ഈസ് ഒപ്റ്റിക്കലി റെയറർ ദാൻ ഗ്ലാസ്, അതൊരു സാറ്റിസ്ഫൈ ആണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഏതാണ്? ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ എ ഡെൻസർ മീഡിയം ഈസ് എ ഫാസ്റ്റർ ദാൻ ദാറ്റ് ഓഫ് എയർ അല്ല. ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഉറപ്പായിട്ട് ഫസ്റ്റ് മീഡിയം ഇതാണ്. അപ്പോൾ 3ഉം 5ഉം വരുന്നതുണ്ടോ എന്ന് നോക്കണം. 3 ആൻഡ് 5 ഓക്കെ, ഡി ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദ ഓബ്ജക്റ്റ് ഇൻസൈഡ് ദ ബോക്സ് വാസ് എ മെയ്ഡ് ഓഫ് എ മെറ്റൽ വിച്ച് ദ റിയാക്റ്റീവ് ഇൻഡെക്സ് ലെസ് ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലെസ് ദാൻ 1.5 ദെൻ ദ എന്താണ് 16ൻ്റെ then the lateral shift of the ray would have been less. Lateral shift of the ray would have been more. No, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇനി താഴോട്ടുള്ളത് നിങ്ങളുടെ അല്ല, നിങ്ങൾക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഈ സയൻസിൻ്റെ സാമ്പിൾ പേപ്പർ കുഞ്ഞുങ്ങളെ ഞാൻ ഇടാൻ മറന്നുപോയതാണ് കേട്ടോ, സോറി. അപ്പോൾ എന്നെ ഓർമ്മിപ്പിച്ചതിൽ നന്ദി. ഒരു മോൾ എന്നെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് തരണമെന്ന്. ഞാൻ ഇട്ടിട്ടുണ്ട് മോളെ. അപ്പോൾ വേഗം പ്രാക്ടീസ് ചെയ്തോളൂ. വേണമെങ്കിൽ ഞാനൊരു 2-3 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ആഡ് ചെയ്ത് തരാം ഇതിൻ്റെ കൂടെ. അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ മാമിനെ സബ്സ്ക്രൈബ് മസ്റ്റായിട്ടും ചെയ്തു തരണം. നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഒരുപാട് വ്യൂ വരുന്നുണ്ട്, ലൈക്കും സബ്സ്ക്രൈബും നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സ്റ്റേബിൾ ആക്കണം. അപ്പം മാം കുറച്ച് ദിവസം വീഡിയോ ഇടാതിരുന്നത് അല്ലാതെ എക്സാമിൻ്റെ തിരക്കായി പോയതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഞാൻ വേറൊരാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാലൻസിങ് ഇക്വേഷൻ, ഒരു 5 മിനിറ്റ് വീഡിയോ ഉറപ്പായിട്ടും ചെയ്തു തരാം കേട്ടോ. അപ്പം നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പം എല്ലാവരും നല്ലതായിട്ട് പഠിച്ചു, എല്ലാവരും നല്ല മിടുക്കരായിട്ട് പഠിക്കണം, നല്ല മാർക്ക് മേടിക്കണം. അപ്പം ഓൾ ദി ബെസ്റ്റ്, ബൈ.